ഇപ്പം നമ്മളിതാ ദ്വാരകയെന്ന് ഭുജിലോട്ടുള്ള റൂട്ടാണിത്. അതായത് ദ്വാരക ജാംനഗർ വഴിയാണ് ഭുജിലോട്ട് പോലെ. അപ്പോൾ ആ ഒരു റോഡാണിത്. ഇവിടെ ഇങ്ങനെ ഇത് കണ്ടതുകൊണ്ട് നിർത്തിയതാണ്. ഒരു നല്ല ഉപ്പുപാടെന്ന് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ തുറന്നൊരു സ്ഥലം കാണിക്കുന്നത്. ചെമ്മരിയാടിനെ കണ്ട നമ്മളെ കമ്പിളിയിലാക്കുന്ന ഇതിന്റെ തോലുണ്ട് കേട്ടാ. ഇത് കാണാൻ പറ്റുന്നുണ്ട് ചർക്കല സോൾട്ട് വർക്ക്സ്, ടാറ്റ കെമിക്കൽസിന്റെ. അപ്പൊ ഈ കാണുന്ന ഇതെല്ലാം ഉപ്പിന്റെ തന്നെയാണ് കേട്ടാ. രാജൂട്ടാ, ഉപ്പുണ്ടാക്കുന്ന ഇത് തന്നെയാണ്. ഈ സംഭവം ഉപ്പാക്കുന്ന പരിപാടി തന്നെയാണ് കേട്ടാ. ഇവിടെ ടാറ്റയുടെ ഇതാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇവര് വെള്ളം പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ തുറന്നു വിടലാണ്. എന്തോ ഒരു കെമിക്കൽ ഇതിൽ ഇടുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് ഇത് അങ്ങോട്ട് ഒരു ടാറ്റേൻ്റെ ഫാക്ടറി എന്തോ ഉണ്ട്. അതിലേക്ക് ഇങ്ങനെ പണ്ട് പോലെ കെട്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് തുറന്നു വിടുന്ന പരിപാടിയാണ്. ഇവിടെ എന്നാ ഇത് റോഡല്ല റൺവേയാ? എത്രയല്ലേ? റോഡിന്റെ ഒരു മാർക്കിങ്ങും ഇല്ല, റോഡിന്റെ മാർക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. ശരിക്കും റൺവേ പോലെ തന്നെ. ഇപ്പൊ നമ്മള് ജാംനഗർ കഴിഞ്ഞു. ജാംനഗർ കഴിഞ്ഞ് ഭുജിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോ ഇപ്പൊ ഒരു സംഭവം കാണിച്ചരാ. അഞ്ചോട്ടാ കാണിച്ചോട്. പഞ്ഞി. എന്താ പഞ്ഞി എന്ന് പറയുന്നത്? ഈ കാണുന്നത് പരുത്തി, അതായത് പഞ്ഞിക്കായി, അങ്ങനെ കാണിച്ചരാം. ഇതിന്റെ അടുത്തുനിന്നൊരു ക്ലോസപ്പ് കാണിച്ചരാം. ഈ കാണുന്നത് പഞ്ഞിയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ എന്തോ കുരു പോലെ ഉണ്ട് സാധനം. കാണാൻ നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ, ഇത് റോഡ് സൈഡിൽ രണ്ട് സൈഡും നോക്കി ഇങ്ങനെ ഫുള്ള് വെളുത്ത പൂവിരിഞ്ഞ പോലെ കാണുന്നുണ്ടാവും. ഇത് തുണിയെല്ലാക്കാനായിരിക്കും. ഇവിടുന്നായിരിക്കും സൂറത്തിലേക്കെല്ലാം പോകുന്നു സാധനം, തുണിയും ഇതിനെല്ലാം വേണ്ടിട്ട്. അല്ല ചേട്ടാ, അതിലൊരു സാധനമുണ്ട്. ഇത് നമ്മള് പണ്ട് മറ്റേ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ പോകുന്ന വഴിക്ക് കണ്ട് ചെയ്തിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം അതിൽ പഞ്ഞി ഉണ്ടായിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെടി മാത്രം കണ്ടതാ. പഞ്ഞി കാണുന്നത് ആദ്യമായിട്ടാണ്. അല്ല ചേട്ടാ? റോഡല്ലേ ചേട്ടാ? നല്ല റേസ് റോഡ് പോലെ ഉണ്ട്. അയ്യോ നമ്മളിപ്പം ഭുജിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. പിന്നെ അപ്പം ഇന്നത്തെ നമ്മളെ സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചങ്ങായി ഉണ്ട്, അവൻ്റെ വീട്ടിലാണ് ഇന്നത്തെ സ്റ്റേ പ്ലാൻ ആക്കിയിട്ടുള്ളത്. പറഞ്ഞോ ലതേഷ് ഇതാ നമ്മളെ മെയിൻ ചങ്കാന്ന്, ചങ്ങായിയാണ്. ആ ലതേഷിൻ്റെ ഓളാണ് ആതിര. അപ്പോൾ നമ്മൾ മുമ്പ് ഒരുമിച്ചുണ്ടത്. അപ്പോൾ ഈ വരുന്നതാണ് അവരുടെ കുട്ടി യുവാൻ. അപ്പോൾ ഇവർ ഡാൻസും പരിപാടിയെല്ലാമാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ കാലോ ദൂങ്കർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോകണം. കാലോ ദൂങ്കർ, പിന്നെ ഒരു മാഗ്നറ്റിക് ഹിൽ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കച്ചിലോട്ട് പോകുന്നത്.